വെൽക്കം ബാക്ക് ടു ബീനാസ് ക്ലിനിക് ക്ലാസ്. 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നിങ്ങളെ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ദഹനവും പോഷക സംവഹനവും. നമ്മളതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ നോട്ടാണിത്. നമ്മൾ അതിനകത്തിൽ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗമാവും നിങ്ങളിത്. അതായത് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ ബോഡി എഴുതിയവർ ബാക്കി അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. നമ്മൾ 13 ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ഇട്ടത്. ആ 13 എഴുതിയിട്ട് 14 മുതൽ ഇതിനകത്ത് എഴുതിയെടുക്കണം നിങ്ങളെ. അഥവാ കിട്ടാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ ഏതെല്ലാമെന്നാണ്. നിങ്ങൾ നമ്പർ ഇട്ടിട്ട് താഴോട്ട് എഴുതുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റാമിൻസ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ് ആൻഡ് വാട്ടർ കേട്ടോ. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? ഉണ്ട്. സമീകൃത ആഹാരം എന്നാൽ എന്താണ്? ഫുഡ് ദാറ്റ് പ്രൊവൈഡ്സ് ആൾ ദ ന്യൂട്രിയൻസ് റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ ദ റൈറ്റ് പ്രൊപ്പോർഷൻ. ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. എന്താണ് ഫുഡ് പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫുഡ് പ്ലേറ്റ് എന്നാൽ എന്താണ്? എ ഫുഡ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് ഹാഫ് എ പ്ലേറ്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, എ ക്വാർട്ടർ ഓഫ് ഗ്രെയിൻസ്, എ ക്വാർട്ടർ ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡ് ആൻഡ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ഓർ മിൽക്ക് പ്രോഡക്റ്റ് ആണ് ഫുഡ് പ്ലേറ്റിൻ്റെ ഇംഗ്ലീഷ്. അതിൻ്റെ മലയാളം നോക്കി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും, കാൽ ഭാഗം ധാന്യങ്ങളും, കാൽ ഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും, ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതുമാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇതെല്ലാം. അടുത്തത്, ബൈ ഈറ്റിംഗ് ജങ്ക് ഫുഡ് ഓൺ എ റെഗുലർ ബേസിസ് ഈസ് നോട്ട് ഗുഡ്. നമ്മൾ സ്ഥിരമായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഗുണകരമല്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ജങ്ക് ഫുഡ് ഈസ് ഹൈ ഇൻ കലോറീസ് ആൻഡ് ലോ ഇൻ ന്യൂട്രിഷണൽ വാല്യൂ. ദിസ് ക്യാൻ ലീഡ് ടു ന്യൂട്രിഷണൽ ഡെഫിഷ്യൻസീസ് ആൻഡ് സർട്ടൻ ഹെൽത്ത് പ്രോബ്ലംസ്. ഈ ജങ്ക് ഫുഡിൽ കലോറി കൂടുതലും പോഷകമൂല്യം കുറവുമാണ്. ഇത് പോഷകക്കുറവിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്താം. 4 എഴുതണേ കുഞ്ഞുങ്ങളെ. നമ്മളിത് പറഞ്ഞതാണ്, എഴുതിയവർ ബാക്കി എഴുതുക. അടുത്ത 5ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്? സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് മോർ കോമൺ എമംഗ് ചിൽഡ്രൻ. ദിസ് കോസ് മെനി പ്രോബ്ലംസ് ലൈക്ക് ഫാറ്റിഗ്, സ്ലീപ്നെസ്, ഇൻഅറ്റൻഷൻ ആൻഡ് മെമ്മറി ലോസ്. നമ്മൾ ഈ പ്രഭാത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താ? പ്രഭാത ഭക്ഷണം ഒരു നേരം രാവിലെ കഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കുട്ടികളിലാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് മൂലം നമുക്ക് ക്ഷീണം, ഉറക്കം തൂങ്ങൽ, ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അത് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്താ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് എന്തെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് കേട്ടോ. അടുത്ത, വാട്ട് ഈസ് ന്യൂട്രിഷൻ? പോഷണം എന്നാൽ എന്താണ്? ന്യൂട്രിഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റൈൻഡ് ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഫോർ ന്യൂട്രിയൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും ജീവികൾ ഭക്ഷണം സ്വീകരിച്ച് പോഷകങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് പോഷണം അല്ലെങ്കിൽ പോഷകാഹാരം എന്ന് പറയുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇട്ടതാണ്, ഒരു പാർട്ട് ഇട്ടത് കൊണ്ടാണ് നിങ്ങൾ ഇത് സ്പീഡിൽ പറയുന്നത്. വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ന്യൂട്രിഷൻ? പോഷണ പ്രക്രിയയിലെ ഓരോ ഘട്ടങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഫസ്റ്റ് നമ്മൾ വായിലോട്ട് ഇട്ട് കൊടുക്കുന്നു, ഇൻടേക്ക് ഓഫ് ഫുഡ് അല്ലേ. വായിലിട്ടതിന് ശേഷം അത് ഫുഡ് പൈപ്പ് വഴി, അതായത് ഡൈജഷൻ, നമ്മുടെ സ്റ്റൊമക്കിലോട്ട് ചെല്ലുന്നു ഡൈജഷൻ. അതിനുശേഷം എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ ടു ദ ബ്ലഡ് സ്ട്രീംസ് ഈസ് അബ്സോർപ്ഷൻ സംഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അസിമിലേഷൻ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ്. ഫസ്റ്റ് ഭക്ഷണം കഴിക്കൽ, 2 ദഹനം, 3 ദഹന വ്യവസ്ഥയിൽ നിന്നും രക്തത്തിലേക്ക് പോഷണങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു, അതായത് ആഗിരണം ചെയ്യുന്നു. 4ാമത്തെ സ്വാംശീകരണം. 5ാമത്തെ ദഹന മാലിന്യങ്ങളെ നമ്മൾ വിസർജനം ചെയ്യുന്നു അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്നു. 7 അടുത്ത 8ാമത്തെ ചോദ്യം, എന്താണ് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ എന്നാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോംപ്ലക്സ് ന്യൂട്രിയൻസ് ഇൻ ടു സിംപ്ലർ വൺസ് ഫോർ അബ്സോർപ്ഷൻ. എന്ന് വെച്ചാൽ സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗീരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോംപ്ലക്സ് ന്യൂട്രിയൻസ് ഇൻ ടു സിംപ്ലർ വൺസ് ഫോർ അബ്സോർപ്ഷൻ. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗീരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. അടുത്തത്, ദ ഡിഫറൻസ് ഇൻ ഡൈജസ്റ്റീവ് പ്രോസസ് ഇൻ യൂണിസെല്ലുലാർ അമീബ ആൻഡ് മൾട്ടി സെല്ലുലാർ ഹൈഡ്ര. ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് നമ്മുടെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്.
ഏകകോശ ജീവിയാവും നിങ്ങളെ അമീബ, ബഹുകോശ ജീവിയാണ് ഹൈഡ്ര. ഇവിടെ ദഹന പ്രക്രിയയിലെ മാറ്റങ്ങൾ എങ്ങനെയെല്ലാമാണ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അമീബയിൽ ആ പേര് നല്ലപോലെ പഠിച്ചോണേ. അമീബയിൽ കോശാന്തരിക ദഹനം നടക്കുന്നു. ഹൈഡ്രയിലോ കോശ ബാഹ്യ ദഹനവും ഉണ്ട്, കോശ ആന്തര ദഹനവും ഉണ്ട്. ബാഹ്യ ദഹനവും ഉണ്ട്, ആന്തര ദഹനവും ഉണ്ട് കേട്ടോ. അകത്തും പുറത്തും ദഹനം നടക്കുന്നുണ്ട്. ഹൈഡ്രയുടെ കാര്യമാണ്. പക്ഷെ അമീബ ഒരു ഏകകോശ ജീവിയാണ്, കോശങ്ങളില്ലാത്ത ജീവി അല്ലേ. ഒറ്റ കോശമുള്ള ജീവിയാണ് അമീബ. അമീബയിൽ കോശാന്തരിക ദഹനമാണ് നടക്കുന്നത്. അതായത് ഇൻട്രാ സെല്ലുലാറും എക്സ്ട്രാ സെല്ലുലാറുമാണ് അല്ലെ. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻസ് ടേക്ക് പ്ലേസ് ഇൻ അമീബ. ബോത്ത് ദ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ സീൻ ഇൻ ഹൈഡ്ര കേട്ടോ. രണ്ടിടത്തും പ്രവർത്തനം നടക്കുന്നുണ്ട് ഹൈഡ്രയിൽ. എന്താ അമീബ? ഈ അമീബയിൽ സ്യൂഡോപോഡിയ ഫോർ റിസീവിങ് ഫുഡ്. പി അവിടെ സൈലന്റ് ആണ് കേട്ടോ. പിസിഒ എന്ന് പറയല്ലേ നിങ്ങളെ. പി അവിടെ സൈലന്റ് ആണ് കേട്ടോ. സ്യൂഡോപോഡിയ ഫോർ റിസീവിങ് ഫുഡ് എന്ന് വെച്ചാൽ കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരം സ്വീകരിക്കുന്നുണ്ട് അമീബ. പക്ഷെ ഹൈഡ്ര ആണെങ്കിലോ അതിന്റെ ടെൻഡക്കിൾസ് സ്പെല്ലിംഗ് ഉണ്ടല്ലോ, ടെൻഡക്കിൾസ് കേട്ടോ. ടെൻഡക്കിൾസ് ഉപയോഗിച്ച് ഇരയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. 11ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജക്ഷൻസ് ഇൻ ഹ്യൂമൻ എക്സ്ട്രാ സെല്ലുലാർ ഡൈജക്ഷൻസ്? ഇതെല്ലാം ടെസ്റ്റിലെ ചോദ്യമാണ്. അതായത് നമുക്ക് മെക്കാനിക്കൽ ഡൈജക്ഷനും ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഡൈജക്ഷനും ഉണ്ട് അല്ലെ. മെക്കാനിക്കലും ഉണ്ട്, കെമിക്കലും ഉണ്ട് ഡൈജക്ഷൻസ്. ഡിഫറൻസ് ബിറ്റ്വീൻ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കോശബാഹ്യ ദഹന പ്രക്രിയയിലെ ഒരു യാന്ത്രിക ദഹനവും രാസിക ദഹനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പല്ലുകളും പേശികളും ആഹാരത്തെ ചെറുകണികകളാക്കുന്നത് യാന്ത്രിക ദഹനമാണ്. പല്ലുകളും എല്ലുകളും ആഹാരത്തെ ചെറുകണികകളാക്കുന്നത് യാന്ത്രിക ദഹനമാണ്. എന്നാൽ ദഹനരസങ്ങളിലുള്ള എൻസൈമുകൾ ആഹാരത്തെ ലഘുഘടകങ്ങളാക്കുന്നത് രാസിക ദഹനവുമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാനിക്കൽ ഡൈജഷൻസ് ഇൻക്ലൂഡ്സ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ് ഇൻ ടു എ സ്മാൾ പാർട്ടിക്കിൾസ് ബൈ ടീത്ത് ആൻഡ് മസിൽസ്. എന്നാൽ കെമിക്കൽ ഡൈജഷൻസ് ഇൻക്ലൂഡ്സ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ് ബൈ ദ എൻസൈം പ്രസൻറ്റ് ഇൻ ഡൈജസ്റ്റീവ് ജ്യൂസ്. എൻസൈംസ് പ്രസൻറ്റഡ് ഇൻ ഡൈജസ്റ്റീവ് ജ്യൂസ്. അടുത്ത 12ാമത്തെ ചോദ്യം, വേർ ഡസ് മെക്കാനിക്കൽ ഡൈജഷൻസ് ആൻഡ് കെമിക്കൽ ഡൈജഷൻസ് ഒക്കർ ഇൻ ഹ്യൂമൻസ്? മനുഷ്യനിൽ യാന്ത്രിക ദഹനവും രാസിക ദഹനവും സംഭവിക്കുന്നത് എവിടെയെല്ലാം വെച്ചാണ്? മൗത്ത്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റെസ്റ്റിൻ. ഈ 3 എണ്ണം കേട്ടോ. അത് ഒരു മാർക്ക് നോക്കി വേണം എഴുതാൻ. അത് മാത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണം എഴുതിയാൽ മതി. അതായത് നമ്മുടെ വായ, ആമാശയം, ചെറുകുടൽ, ഇതാണ്. പക്ഷെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടീത്ത്, മൗത്ത് അല്ലെ. മൗത്തിൽ the teeth in the mouth help in biting and chewing the food with the help of the tongue. അതായത് നമ്മുടെ വായിലെ പല്ലുകൾ നാക്കിന്റെ സഹായത്തോടെയാണ് ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നത്. എന്നാൽ ദ പെരിസ്റ്റാൾസിസ് നോക്കണേ, വയറിനകത്തോണ്ട് ദ പെരിസ്റ്റാൾസിസ് ഓഫ് ദ സ്റ്റൊമക്ക് വാള് കോസസ് ദ ഫുഡ് ടു ബിക്കം എ പേസ്റ്റ് ഫോമിലോട്ട് മാറ്റുന്നു. അതായത് ആമാശയത്തിന്റെ ഭിത്തി ഉണ്ടല്ലോ, ആ ഭിത്തിയുടെ പെരിസ്റ്റാൾസിസ് മൂലം ആഹാരം കുഴമ്പ് രൂപത്തിൽ ആകുന്നു എന്നാണ് സ്റ്റൊമക്കിന്റെ. എന്നാൽ സ്മാൾ ഇൻറ്റെസ്റ്റിനോ, നമ്മുടെ ചെറുകുടലിലെ പെരിസ്റ്റാൾസിസ് സെഗ്മെന്റേഷൻ പ്രവർത്തനങ്ങൾ ആഹാരം നീങ്ങാനും ദഹനരസവുമായി കലരാനും സഹായിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ആ 3 എണ്ണത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? 3 ഇത് മലയാളം, ഇംഗ്ലീഷ്. അടുത്ത ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പശുക്കളുടെ ആമാശയം. പശുക്കളാണെങ്കിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് വീണ്ടും അത് കിടന്ന് അയവിറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അത് ഫസ്റ്റിൽ അതെന്താ കുറച്ച് മാത്രം ചവച്ച് അങ്ങ് ഇറക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. പശുക്കളുടെ ആമാശയത്തിന് 4 അറകളാണുള്ളത്. ഫസ്റ്റ് റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം എന്നിങ്ങനെ 4 അറകളുണ്ട് കേട്ടോ. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം എന്നിങ്ങനെ 4 അറകളുണ്ട്. അത് നിങ്ങൾ ആ ടെസ്റ്റിൽ പടം തന്നിട്ടുണ്ട്, പടം നോക്കി പഠിക്കണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ടിലുള്ളത്. ഇനി നമ്മൾ പല്ലിനെ കുറിച്ചാണ് നിങ്ങളെ സെക്കൻഡ് പാർട്ടിൽ പഠിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ടൂത്ത്, അതായത് പല്ലിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്.
പേജ് നമ്പർ 30 മുതലാണ് നോക്കിക്കേതാണ്ട് പല്ലിൻ്റെ പടം എടുത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വായെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. ചവച്ചരയ്ക്കൽ പ്രക്രിയയെ നമ്മൾ നാക്ക്, ഉമിനീർ എന്നിവ സഹായിക്കുന്നുണ്ട്. വിവിധതരം പല്ലുകളും അവയുടെ ധർമ്മവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ബാഹ്യഘടനയിൽ വ്യത്യാസമുണ്ടെങ്കിലും ആന്തരഘടനയിൽ പല്ലുകൾക്ക് സാമ്യതകൾ ഉണ്ട്. ബാഹ്യഘടനയിൽ വ്യത്യാസമുണ്ടെങ്കിലും ആന്തരഘടനയിൽ പല്ലിന് സാമ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പല്ലിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ദന്തമകുടം, ദന്തഗളം, ദന്തമൂലം, ഇതൊക്കെ എന്താന്ന് കണ്ടോ? ഇംഗ്ലീഷ് മീഡിയക്കാരെ നോക്കണേ നിങ്ങളെ. പല്ലിൻ്റെ ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാമൽ. ഒരു മാർക്കിന് ചോദിക്കാവുന്ന ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇനാമലാണ് കുഞ്ഞുങ്ങളെ. ഒരു മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCയും USSൻ്റെ ഒക്കെ പരീക്ഷയ്ക്ക് പോകുന്നവരടുത്ത് ചോദിക്കുന്നതാണ്. അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമലാണ് കേട്ടോ. പല്ലിൻ്റെ പുറം കവചമാണ്. ഇത് നിർജീവവുമാണ്. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെ നോക്കിയ ഡെന്റൽ ക്ലിനിക്ക് എന്നൊക്കെ പറയത്തില്ല, ഡെന്റൽ, അത് എവിടാന്ന് നോക്കിയ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയ്ക്ക് പറയുന്ന പേരാണ്. ഒരു മാർക്കിന് അതും ചോദിക്കാം. നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ കലയ്ക്ക് പറയുന്ന പേര് ഡെന്റൻ എന്നാണ് കേട്ടോ. ടൈൻ കേട്ടോ. അടുത്തത് പൾപ്പ് ക്യാവിറ്റി. അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, പൾപ്പ്. ഇതുണ്ട്, ഇത് പൾപ്പ് ക്യാവിറ്റി എന്ന് വെച്ചാൽ പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്നത്. രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ ഇതിനകത്തിൽ കാണപ്പെടുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെ നോക്കിക്കേ, അതിനകത്തിൽ ചുമപ്പും പച്ചയും മഞ്ഞയൊക്കെ അതിനകത്തിൽ കാണാൻ വരുന്നുണ്ടോ? അപ്പം അതിനകത്ത് എന്തൊക്കെയുണ്ട്? അതായത് നാഡികളുണ്ട്, നെർവ്സ് അല്ലെ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവയൊക്കെ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, സിമൻഡം. അതായത് പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ ടിഷ്യൂ അല്ലെ യോജന കലയ്ക്ക് പറയുന്ന പേരാണ് സിമൻറ്റം. നമ്മുടെ പല്ല് മോണയുമായിട്ട് ഉറപ്പിച്ച് നിർത്തുമല്ലോ, അതാണ് സിമൻറ്റം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ഭാഗം ഏതാണ്? ഇനാമലാണ്. ഈ പല്ലിനകത്തിലെ ജീവനുള്ള കല ഏതാണ്? ഡെന്റൈനാണ്. ഈ പല്ല് ഏറ്റവും ആന്തരമായ മൃദുവായ കലകളുണ്ട് അല്ലേ, രക്തക്കുഴലുകളുണ്ട്, അതിനകത്തിൽ നാഡികളുണ്ട്, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങളുണ്ട്. ഇതെല്ലാം എന്താ? പൾപ്പ് ക്യാവിറ്റിക്കകത്തിലുള്ളതാണ്. ഇനി ആ പല്ലിൻ്റെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ കലയ്ക്ക് പറയുന്നത് സിമൻറ്റം എന്നും ആണ്. ഇത് നല്ലപോലെ പടം വരച്ച് പഠിച്ചു വെച്ചിരിക്കണം, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ഇനി അടുത്തത് ആമാശയത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ചോദ്യം മനുഷ്യനിൽ യാന്ത്രിക ദഹനവും രാസിക ദഹനവും സംഭവിക്കുന്നത് എവിടെയെല്ലാം വെച്ചാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ വായ്ക്കകത്തിൽ വെച്ചാണ്. വായിലോട്ട് നമ്മളൊരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നാക്കും പല്ലും എല്ലാം കൂടെ വെച്ചാണ് ചവച്ചരച്ച് വായിലെ ഉമിനീരുമായിട്ട് കലർന്നാണ് എന്ത് ചെയ്യുന്നത്? ഫുഡ് പൈപ്പ് വഴി അത് ആമാശയത്തിലോട്ട് പോകുന്നത് ആണല്ലോ. ഈ ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. നമ്മളത് പറഞ്ഞതാ അല്ലേ, ആഹാരത്തിലെ അതായത് ആമാശഭിത്തിയുടെ പെരിസ്റ്റാൾസിസ് മൂലം ആഹാരം കുഴമ്പ് രൂപത്തിൽ ആകുന്നു കേട്ടോ. അത് പഠിച്ചു വെച്ചിരിക്കണം. ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശി ആഹാരത്തെ മതിയായ സമയം നമ്മുടെ ആമാശയത്തിൽ നിലനിർത്തുന്നു. നമ്മുടെ വയറിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചു നിൽക്കുന്നില്ലേ, നിലനിർത്തുന്നില്ലേ? അത് ആമാശയത്തിൻ്റെ അവസാന ഭാഗം. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുമല്ലോ. അതുകൊണ്ട് ഇവിടെ അവസാന ഭാഗം കണ്ടോ, മനസ്സിലായോ? അവസാന ഭാഗം പ്രത്യേകതരം ഒരു വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളാണ്ട്? ആമാശയമാണിത് കണ്ടോ, ആമാശയത്തിനകത്തിൽ അതിൻ്റെ കണ്ടോ, ഇവിടുന്നാണ് ഇതിൽ കൂടി വെളിയിലോട്ട് പോകുന്നത്. അടുത്ത ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു എന്നാണ് ചെറുകുടലിന്റെ ജോലി കേട്ടോ. നമ്മൾ പഠിച്ചത് മനുഷ്യനിൽ യാന്ത്രിക ദഹനവും രാസിക ദഹനവും സംഭവിക്കുന്നത് എവിടെയെല്ലാം വെച്ചെന്നുള്ള ചോദ്യത്തിന്റെ ആൻസറാണ്. അതെല്ലാം വായ്, രണ്ടാമത് ആമാശയത്തിൽ ചെല്ലുന്നു, ആമാശയത്തിലും ചെറുകുടൽ വഴി വെളിയിൽ പോകുന്നു എന്നാണ് അല്ലേ. അപ്പോൾ അത് നല്ലതുപോലെ ആ പല്ലിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. പല്ലിനെ സംബന്ധിച്ച് എല്ലാ കാര്യവും ഇതിനകത്തിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയാൽ, സ്ട്രക്ചർ ഓഫ് എ ടൂത്താണ്, ടീത്ത് അല്ല, ടൂത്ത്. നോക്കിയേ, ഫസ്റ്റ് ഇനാമൽ.
വൈറ്റ് ആണ്, ഹാർഡസ്റ്റ് ആണ്, ഡെഡ് ഔട്ടർ പാർട്ടാണ് അല്ലേ. ഈ ഇനാമൽ എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥവുമാണ്. പല്ലിന്റെ പുറം കവചം, ഒരു പല്ലിന്റെ പുറം കവചമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതല്ലേ വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. അത് നിർജീവവുമാണ്, ഡെഡ് ഔട്ടർ പാർട്ടാണ് കേട്ടോ, നിർജീവമാണ്. ഇനി ഡെൻഡൈൻ എന്ന് വെച്ചാൽ എന്താണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയ്ക്ക് പറയുന്ന പേരാവും നിങ്ങൾ ഡെൻഡൈൻ. ലിവിങ് ടിഷ്യൂ വിച്ച് ഫോം ദ ടൂത്ത് കേട്ടോ. പിന്നെ പൾപ്പ് ക്യാവിറ്റി എന്ന് വെച്ചാൽ ദ ഇന്നർമോസ്റ്റ് ക്യാവിറ്റി വേർ ദ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ഓർ പൾപ്പ് സീൻ, ബ്ലഡ് വെസൽസ്, നെർവ് ഫൈബർ ആൻഡ് ഏതാ ആ പേര് നോക്കിക്കേ, ഒഡൻഡോബ്ലാസ്റ്റ് എന്നാണ് കേട്ടോ. ഒഡൻഡോബ്ലാസ്റ്റ് സെല്ല് ആൾസോ സീൻ ഹിയർ. അതായത് പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗത്ത് പൾപ്പെന്ന പർപ്പെന്ന് എഴുതി വെച്ചേക്കുന്നത് അല്ലേ, പൾപ്പാണേ. പൾപ്പ് എന്ന മൃദുവായ യോജനകല കാണപ്പെടുന്നു. രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ ഇതിനകത്തിൽ കാണപ്പെടുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? എന്നിവ കാണപ്പെടുന്നു. ഓക്കെ ആണോ? ഇനി 3 ഔട്ടർ റീജിയൻ ഓഫ് ടൂത്ത്. നമ്മുടെ ബാഹ്യമായി പല്ലിന്റെ 3 ഭാഗങ്ങൾ ഏതെല്ലാമാണ്? അതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാഹ്യമായിട്ട് ദന്തമകുടം, ദന്തഗളം, ദന്തമൂലം. കണ്ടോ? ഈ 3 പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ. ഇതിന്റെ മുകളിൽ എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ ഒരു ഭാഗം, ഈ ഒരു ഭാഗം ഇവിടെ കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അതിൻ്റെ നെക്ക്, ക്രൗൺ ആൻഡ് റൂട്ട് കേട്ടോ. അടുത്ത സിമെൻറ്റം എന്നുമ്പോൾ നമ്മൾ പറഞ്ഞു. എന്താണ് ഈ സിമെൻറ്റം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞ അല്ലേ, കാൽസ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗം. പല്ലിനെ മോണയിൽ ഉറച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജന കലയാണ് സിമെൻറ്റം എന്ന് പറയുന്നത്. ദ ഡാഷ് പ്രസന്റ് ഇൻ ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് റിറ്റെയിൻ ഫുഡ് ഫോർ ദ സ്പെസിഫിക് പീരീഡ്. നമ്മൾ ആഹാരം മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്ന, അതിപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഒരു മാർക്കിൻ്റെ ചോദ്യം നിങ്ങളെ. ആഹാരം മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത് എന്താണ്? നമുക്ക് നല്ലപോലെ വയറൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ അത് വയറിനുള്ളിൽ തന്നെ അതിങ്ങനെ നിൽക്കുകയല്ലേ. അത് അങ്ങനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഏത് പേശിയാണ് അവിടെ വേണ്ടതെന്ന് വെച്ചാൽ സർക്കുലാർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. വലയ പേശി അല്ലെങ്കിൽ സർക്കുലാർ മസിൽസ്. 17. അടുത്ത 18ാമത്തെ ചോദ്യം. വാട്ട് തിങ്സ് ഷുഡ് ബി ടേക്ക് കെയർ ഓഫ് ഡെന്റൽ ഹെൽത്ത് കെയർ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4-5 മാർക്കിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? എന്ത് ശ്രദ്ധിക്കണം? വാഷ് യുവർ മൗത്ത് ആൻഡ് ബ്രഷ് യുവർ ടീത്ത് ആഫ്റ്റർ ഈറ്റിംഗ്. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വായി കഴുകുക, അല്ലെങ്കിൽ അല്ലയോ, പിന്നെ പല്ല് തേക്കുക, വായി കഴുകുക. രാവിലെയും വൈകിട്ടും കിടക്കാൻ നേരവും പല്ല് തേക്കണം കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം വായി നല്ലതുപോലെ കഴുകണം. രാവിലെയും വൈകിട്ടും പല്ല് തേക്കണം കേട്ടോ. ഓർത്തോണേ. റിഡ്യൂസ് ഷുഗർ ആൻഡ് അസിഡിക് ഫുഡ്. നമ്മൾ ഈ പഞ്ചസാരയും അമിതമായ അസിഡിറ്റിയും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കാനാണ് പറയുന്നത്. അസിഡിക്കായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കുറയ്ക്കുക. പിന്നെ അവോയ്ഡ് സ്മോക്കിങ്, പുകവലി ഒഴിവാക്കുക. വിസിറ്റ് ദ ഡെന്റിസ്റ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ ഇൻസ്പെക്ട് ആൻഡ് ക്ലീൻ. നമുക്ക് നല്ല വർഷത്തിൽ ഒരു 2 തവണയെങ്കിലും ദന്തരോഗ വിദഗ്ധരെ സന്ദർശിച്ചിട്ട് പല്ല് പരിശോധന നടത്തുകയും വൃത്തിയാക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും നല്ലപോലെ പഠിച്ചിരിക്കണം. പോയിന്റ് ആയിട്ട് നിങ്ങൾ 1, 2, 3, 4 എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതി പഠിച്ചോണം കേട്ടോ. അടുത്തത് ഹൗ ഡസ് ദ, ആ പേര് നോക്കണേ നിങ്ങൾ, ഉവൂള, യു ആണ് കേട്ടോ. യുവൂള ആൻഡ് എപ്പിഗ്ലോട്ടിസ് ഹെൽപ്പ് ഇൻ സ്വാളോയിങ് ഫുഡ്. നമ്മൾ ആഹാരം വിഴുങ്ങുമ്പോഴേ, ഇപ്പം മിക്കവാറും TV കണ്ടുകൊണ്ടിരുന്നായിരിക്കും എല്ലാവരും ഫുഡ് കഴിക്കുന്നത് അല്ലേ. കാരണം ഫുഡ് വിളമ്പി കഴിഞ്ഞാൽ ഉടനെ റിമോട്ടും എടുത്ത് TVയുടെ ഫ്രണ്ടിലിരുന്ന എനിക്ക് തോന്നുന്നു 100-70% ആൾക്കാരും ഫുഡ് കഴിക്കുന്നത്. വളരെ റെയറായിട്ട് ഡൈനിങ് ടേബിൾ ഇപ്പോൾ എല്ലായിടും വെറുതെ മേടിച്ചിട്ടേക്കും അല്ലേ. ഡൈനിങ് ടേബിളിൽ അവിടെ ആരെങ്കിലും വിരുന്നുകാരെല്ലാം വരുവാണെങ്കിൽ ഡൈനിങ് ടേബിളേ ഇരിക്കും. അല്ലാത്തതെല്ലാം നമ്മൾ TVയുടെ മുന്നിൽ ഇരുന്ന് എല്ലാവരും മിക്കവാറും കഴിക്കുന്നത്. അപ്പോൾ ആഹാരം നമ്മൾ വിഴുങ്ങുമ്പോൾ ഈ ഗ്രസനിയിൽ കാണുന്ന ചെറുനാക്കും എപ്പിഗ്ലോട്ടിസം സഹായകമാകുന്നത് എപ്രകാരമാണ് എന്നൊരു ചോദ്യമുണ്ട്. ടെസ്റ്റിലെ ചോദ്യമാണ്. ആഹാരം വിഴുങ്ങുമ്പോൾ നമ്മുടെ ഗ്രസനിയിൽ, ഈ പടം ഇതിനകത്ത് നിങ്ങൾ ആ പുസ്തകം തുറന്നു നോക്കിയാൽ മതി, അതിനകത്തിലെല്ലാം കണ്ടേ കേട്ടോ. ഈ ഗ്രസനി എന്ന് വെച്ചാൽ എന്താണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിനകത്തിലെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അണ്ണാക്ക്, ചെറുനാക്ക്, ഗ്രസനി, എപ്പിഗ്ലോട്ടിസ് എന്ന് വെച്ചാൽ എന്താണ് ഇങ്ങനെ കണ്ടോ. ഇവിടെ ഇങ്ങനെ
അന്നനാളം, ശ്വാസനാളം, ഭക്ഷണം കഴിക്കുന്നത്, നാക്ക്, ഇതെല്ലാം പാഠം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിച്ചത് നമ്മൾ ആഹാരം വിഴുങ്ങുമ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് സഹായകമാകുന്നു എന്നതാണ്. ദ ഉവ്യൂള ക്ലോസ് ദ നാസൽ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺ ടു ദ ഈസോഫഗസ് സോ ഫുഡ് ഡസ് നോട്ട് ഗോ ദെയർ. എപ്പിഗ്ലോട്ടിസ് ആക്ട് ആസ് എ ലിഡ് ഓവർ ദ ട്രാക്കിയ. അതായത് ഗ്രസനിയിലേക്ക് തുറക്കുന്ന ഈ ഗ്രസനിയിലേക്ക് ആ പടം നോക്കിക്കൊണ്ടേ തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അല്ലെങ്കിൽ ഒവ്യൂള, ചെറിയ നാക്കിന് പറയുന്ന പേരാണ് ഒവ്യൂള കേട്ടോ. അടയ്ക്കുന്നതിനാൽ ആഹാരം അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ വായ ഇങ്ങനെ തുറന്ന് നാക്ക് വെളിയിലോട്ടിട്ടല്ലേ, നമ്മൾ അല്ലാതെ ഇട്ട് കൊടുക്കുന്നില്ല, നാക്ക് ചെറുതായിട്ട് വെളിയിലോട്ടിട്ടിട്ടാണ് നമ്മൾ ആഹാരം വായിലോട്ട് കൊടുക്കുന്നത്. അന്നേരം ആ ഭാഗം എന്താണെന്നറിയോ, അങ്ങ് ആഹാരം അങ്ങോട്ട് പോകുന്നില്ല, അന്നേരം അടഞ്ഞു പോകുന്നത്. ഈ ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ എപ്പിഗ്ലോട്ടിസ് ഒരു അടപ്പ് പോലെ അവിടെ നമ്മളിങ്ങനെ ഇവിടെ വാ തുറക്കത്തില്ലേ കുഞ്ഞുങ്ങളെ, വാ തുറന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ നേരം ഈ ഭാഗം ഇവിടെ അങ്ങ് അടയും കേട്ടോ. ഇവിടെ ഇങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ അങ്ങ് അടയും. ഈ ജോയിൻ പോയേക്കുന്ന നോക്കി ഇവിടെ അങ്ങ് അടയും കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ എപ്പിഗ്ലോട്ടിസ് എന്തോ എന്നൊക്കെ കണ്ടോണേ ഒരു അടപ്പ് പോലെ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത്, ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അന്നേരം ആ കാര്യം പറയാൻ കൂടുതൽ സമയം കിട്ടുന്നത് അല്ലേ. ദ റീസൺസ് ഫോർ സേയിങ് ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ് ഈസ്, അതായത് ഇഫ് യു ടോക്ക് വൈൽ ഈറ്റിംഗ് ദ എപ്പിഗ്ലോട്ടിസ് വിൽ നോട്ട് ക്ലോസ് ആൻഡ് ദ ഫുഡ് വിൽ പാസ് ഇൻ ടു ദ വിൻഡ് പൈപ്പ് അല്ലേ, വിൻഡ് പൈപ്പ് കോസിങ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചാൽ ഈ എപ്പിഗ്ലോട്ടിസ് അറിയാതെ വരികയും അടയാതെ വരികയും, അടയുന്നില്ല, നമ്മളിങ്ങനെ കാര്യം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് അടയാതെ വരികയും ഭക്ഷണം നേരെ എവിടോട്ട് വന്നു ശ്വാസനാളത്തിലേക്ക് കടന്ന് ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നു. ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചാൽ എപ്പിഗ്ലോട്ടിസ്, ആ പേരോർത്തോണേ, എപ്പിഗ്ലോട്ടിസ് അടയാതെ വരികയും ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടന്ന് ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് 20ാമത്തെ കേട്ടോ. അടുത്ത 21ാമത്തത് പേജ് നമ്പർ 32 എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആഹാരം വിഴുങ്ങുന്നതിനെ കുറിച്ച് ചെറുനാക്കിന് പറയുന്ന പേരാണ് ഒവ്യൂള കേട്ടോ, ഒവ്യൂള കേട്ടോ. ഈ ചോദ്യമൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ പടം നല്ലപോലെ നോക്കണം കണ്ടോ. നാക്ക് ആഹാരത്തെ അണ്ണാക്കിലേക്ക് സഹായത്തോടെ അമർത്തി നാക്കിലൂടെയാണ് ഉരുളുകളാക്കി ഇത് പോകുന്നത്. പടം നോക്കിയേ, ഇത് ഗ്രസനിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തിലെ ചെറുനാക്ക് അന്നേരം അടയുന്നുണ്ട്. നാക്കിന്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലേക്ക് അന്നനാളത്തിലേക്ക് ഇത് കടത്തിവിടുന്നു. പിന്നെ ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അത് അടയുന്നു എന്ന് ഈ പടം നല്ലപോലെ നോക്കിയെന്ന് മനസ്സിലാക്കണേ. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ എഴുതി. പിന്നെ ഇപ്പുറത്തൊരു വലിയ പടം കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇതിനകത്ത് കട്ട് ചെയ്യാനൊന്നുമില്ല, ഇത് വൃത്തിയായിട്ട് പഠിക്കാനുള്ളതാണ്. വായെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഏത് ആഹാരവും വായിലൂടെയാണ് അല്ലെ. ഉമിനീർ ഗ്രന്ഥി, നമ്മുടെ വായിലെ ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിന്റെ സഹായത്തോടെ അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നു. നമ്മൾ വായിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ എന്തുണ്ട് കുഞ്ഞുങ്ങളെ, ഉമിനീരുണ്ട്. ഈ ഉമിനീരുമായിട്ട് മിക്സ് ചെയ്തല്ലേ ചവച്ചരച്ച് താപ്പോട്ട് പോകുന്നത് അല്ലെ. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കും, ഉമിനീരിനകത്ത് എന്തോ ഉണ്ട്, സലൈവറി അമിലേസ് കേട്ടോ, സലൈവറി അമിലേസ് ഉണ്ട്. അതിന്റെ സഹായത്തോടെയാണ് അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് തന്നെ കേട്ടോ, വായിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇത് ഈസോഫഗസ്, അതായത് നമ്മുടെ അന്നനാളം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിലേ കണ്ടോ വായിലിട്ട് കൊടുക്കുന്നത് ദാ വരുന്നു ഇങ്ങോട്ട്, ഇത് ഇനി ആമാശയത്തിൽ വരണ്ടേ. അപ്പം അന്നനാളം അല്ലെങ്കിൽ ഈ ഓ സൈലന്റ് ആണ് കേട്ടോ, ഓ ഈസോഫഗസ് എന്ന് പറയില്ല, ഈസോഫഗസ്. അതായത് പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നു. ആഹാരത്തെ ഇങ്ങനെ വന്നിട്ട് ഈ ആമാശയം തന്നെ ഇതാണ് കേട്ടോ. ഇതെന്താ, നമ്മുടെ കരളാണ് കേട്ടോ, എൻ്റെ കരള് ഇത് ആമാശയം. ഈ ആമാശയത്തിൽ ചെന്നിട്ടോ ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ആഹാരത്തിലുള്ള രോഗാണുക്കളെല്ലാം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നശിപ്പിക്കുന്നു. pH അവിടെ ക്രമീകരിക്കുന്നു. ഇതിൻ്റെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. പെപ്സിൻ്റെ ജോലി എന്താണെന്ന് ഒരു മാർക്കിന് ചോദിക്കാം. പെപ്സിൻ എന്ന് പറയുന്നതിൻ്റെ ജോലി ആഹാരത്തെ എന്ത് ചെയ്യാം,
പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ലിപ്പേസുകളോ കൊഴുപ്പിൻ്റെ ദഹനത്തെ സഹായിക്കുന്നതാണ് ലിപ്പേസുകൾ. ആ പേരുകളൊക്കെ നല്ലോണം പഠിച്ചോണം, 1 മാർക്കിൻ്റെ ചോദ്യമാണതെല്ലാം. ശ്ലേഷ്മം ദഹന രസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയത്തിലെ ഭിത്തിയെയും സംരക്ഷിക്കുന്നു. അപ്പോൾ അത് ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളെ. ആ 3 എണ്ണത്തിൻ്റെ ജോലി എന്തുവാന്ന് പഠിച്ചോണേ. ചെറുകുടൽ എന്ന് വെച്ചാൽ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ അല്ലേ, കരള്, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിൽ ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘു ഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോക്സ് എന്നിവയാക്കുന്നു. പ്രോട്ടീസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുന്നു. ലഘു പോഷക ഘടകങ്ങൾ ജലം, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിലാണ് നടക്കുന്നത് കേട്ടോ. കരളിന്റെ ജോലി എന്താ വെച്ചാൽ കരൾ പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. കരളിന്റെ ജോലി എന്തുവാന്ന് ചോദിക്കുമ്പോൾ കരൾ ഏതാന്നൊക്കെ പടം കണ്ടോ. ഇനി പാൻക്രിയാസ് എന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ മറ്റേനകത്ത് പെപ്സിൻ ആയിരുന്നു. ആമാശയത്തിനകത്തിൽ പെപ്സിൻ ആണെങ്കിൽ പാൻക്രിയാസിനകത്തിൽ ട്രിപ്സിൻ ആണ്. പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും, ലിപ്പേസിന്റെ ജോലി എപ്പോഴും കൊഴുപ്പിന്റെ പുറകെ പോകുക എന്നുള്ളതാണ് കേട്ടോ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ ആക്കുന്നു എന്നുള്ളതാണ്. ഈ ഓരോരുത്തരെയും ജോലി എന്തുവെന്ന് നല്ലപോലെ പഠിച്ചോണേ. ഞാൻ ഇത് വലുതായിട്ടൊന്നും എഴുതിയിട്ടില്ല, കാരണം ഓൾറെഡി ഇതിനകത്തിലെല്ലാം തന്നിട്ടുണ്ട്. വൻകുടലിന്റെ ജോലിയും കൂടെ പറയാം കുഞ്ഞുങ്ങളെ. ദഹന വ്യവസ്ഥയല്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ എവിടെ എത്തുന്നു? അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. ഇവയിലുള്ള ചില ബാക്ടീരിയകൾ വിറ്റാമിൻ K, B കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ദഹനാവശിഷ്ടങ്ങളെ മലാശയത്തിലേക്ക് എത്തിക്കുന്ന മലദ്വാരത്തിലൂടെ ഇതിനെ പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് നോക്കിക്കേ. ഇനി നമ്മൾ പഠിക്കുന്നത് ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്ന അന്നനാളത്തിന് ഡാഷ് സഹായകമാണ്. പെരിസ്റ്റാൾസിസ് കേട്ടോ. ദ ഡാഷ് ഓഫ് ദ ഈസോഫഗസ് ഹെൽപ്പ് ഇൻ ബ്രിങ്ങിങ് ദ ഫുഡ് ടു ദ സ്റ്റൊമക്ക്. പെരിസ്റ്റാൾസിസ്. ദ കോമ്പോണൻസ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് അതിൻ്റെ ഫങ്ഷൻസ്. ആമാശയത്തിലെ ഘടകങ്ങൾ ഏതെല്ലാം, ഓരോന്നിൻ്റെയും ധർമ്മം എഴുതുക. ആമാശയത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, പെപ്സിൻ ഉണ്ട്, ശ്ലേഷ്മമുണ്ട്. ആ 3 പേര് ഓർത്ത് വെച്ചേക്കുള്ള നമ്മുടെ വയറിനുള്ളിൽ മീൻസ് ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്കിനുള്ളിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, പെപ്സിൻ ഉണ്ട്, ശ്ലേഷ്മമുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തോ ജോലി? ഹൈഡ്രോക്ലോറിക് ആസിഡ് രോഗാണുക്കളെ നശിപ്പിക്കുക, എന്നിട്ട് അതിന്റെ pH ക്രമീകരിക്കുന്ന ജോലിയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്. എന്നാൽ പെപ്സിൻ എന്ന് വെച്ചാൽ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്ന ജോലിയാണ്. കുറച്ചൊക്കെ ദഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പെപ്സിന്റെ ജോലിയാണ്. ശ്ലേഷ്മം എന്ന് വെച്ചാൽ ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുക. ആമാശയത്തിന് ഭിത്തി ഉണ്ടല്ലോ, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ശ്ലേഷ്മമാണ് കേട്ടോ. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദ എൻസൈം പെപ്സിൻ ആൻഡ് മ്യൂക്കസ് എന്നിവയാണ് നമ്മുടെ കോമ്പോണൻസ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസുകൾ. അതിൽ HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിസ്ട്രോയ്സ് ജേംസ് ഇൻ ദ ഫുഡ്, റെഗുലേറ്റ്സ് pH അല്ലേ. പെപ്സിൻ എന്ന് വെച്ചാൽ പാർഷ്യലി ഡൈജസ്റ്റ് പ്രോട്ടീൻ. മ്യൂക്കസോ പ്രൊട്ടക്ട് ദ സ്റ്റൊമക്ക് വാൾ ഫ്രം ദ ആക്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ്. എല്ലാം മലയാളം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷാണത്. അടുത്ത 24ാമത്തെ നോക്കൂ നിങ്ങളെ. ദ ഡൈജസ്റ്റീവ് ജ്യൂസ് ഓഫ് ലിവർ, ഇറ്റ്സ് ഫങ്ഷൻസ്. നമ്മുടെ കരളിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ കരൾ ഏതാ നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം അല്ലേ, ധർമ്മം എന്തൊക്കെയാ? ബൈല്, പിത്തരസമാണ് കേട്ടോ, പിത്തരസം. Though it has no enzyme, it breaks fats into smaller particles and regulates the pH of food. ഇതിൽ എൻസൈമുകൾ ഇല്ലെങ്കിലും കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്നു. പിത്തരസത്തിന്റെ ജോലി ബൈല് കേട്ടോ. ബൈലിനെ കുറിച്ച് നമുക്കിപ്പോൾ പഠിക്കാനുണ്ട്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്നു, pH ക്രമീകരിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. പിത്തരസം എന്ന് വെച്ചാൽ അതിൽ എൻസൈമുകൾ ഇല്ല. വളരെ ഇതായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 24. ഇനി നമ്മുടെ ശരീരത്തിൽ ഇന്ന് നമ്മൾ വായിച്ച കുഞ്ഞുങ്ങളെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാന്ന് ചോദിച്ചാൽ ഏതാ? കരളാണ് കേട്ടോ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ലാർജസ്റ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ബൈല് ലിവറാണ്, ഓർത്തോണേ. ഇനി ഗാൾ ബ്ലാഡറിനെ കുറിച്ച് ചോദിച്ചാൽ ബൈൽ ഈസ് സ്റ്റോർഡ് ആൻഡ് മിക്സ്ഡ് വിത്ത് ദ ബ്ലഡ്. പിത്താശയം എന്ന് വെച്ചാൽ പിത്തരസം സംഭരിച്ചിട്ട് രക്തത്തിലേക്ക് കലർത്തുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഓരോ മാർക്കിന്റെ ചോദ്യമാണ്.
പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് ജ്യൂസ് കണ്ടെയ്ൻ വേരിയസ് എൻസൈം. വിവിധ എൻസൈമുകൾ അടങ്ങിയ ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. അങ്ങനെയാണെങ്കിൽ പക്വാശയം അല്ലെങ്കിൽ ഡിയോഡനം എന്ന് വെച്ചാൽ എന്താണ്? ഡിയോഡനം അല്ലെങ്കിൽ പക്വാശയം ദ പാർട്ട് വെയർ ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് മിക്സ് ഇൻ ദ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. പിത്തരസവും പാൻക്രിയാറ്റിക് ജ്യൂസും ചെറുകുടലിൽ കലരുന്ന ഭാഗമാണ് ഡിയോഡനം അല്ലെങ്കിൽ പക്വാശയം. കേട്ടോ. അടുത്ത 29ാമത്തെ ചോദ്യം. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സാൾട്ട് ലെഫ്റ്റ് അൺഅബ്സോർബ്ഡ് ഇൻ ദ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ ടേക്ക് പ്ലേസ് ഇൻ ഡാഷ്. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടാതെ അവശേഷിക്കുന്ന ജലത്തിന്റെയും ലവണത്തിന്റെയും ആഗിരണം നടക്കുന്നത് ഡാഷിൽ വെച്ചാണ്. കേട്ടോ. ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ വെച്ചാണ് കേട്ടോ. വൻകുടലിൽ. ഒരു മാർക്കിന്റെ ചോദ്യമാണ്. ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി വൻകുടലിനകത്തുള്ള വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ ബി കോംപ്ലക്സും വിറ്റാമിൻ കെയുമാണ് കേട്ടോ. വിറ്റാമിൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ large intestine as a result of the actions of certain bacteria, vitamin B complex and vitamin K. The special part in the inner lining of the small intestine for absorption of nutrients. പോഷകഘടകങ്ങളുടെ ആഗിരണത്തിനായി ചെറുകുടലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് വില്ലസുകൾ. എന്താണ് വില്ലസുകൾ? പോഷകഘടകങ്ങളുടെ ആഗിരണത്തിനായിട്ട് ചെറുകുടലിന്റെ ഉൾഭിത്തിയിലുള്ള ഭാഗത്തിന് പറയുന്ന പേരാവുനികളെ വില്ലസുകൾ. എന്നാൽ എന്ത് കേട്ടോ എന്ത് പറയുന്നത്? അപ്പൊ വില്ലസിനെ കുറിച്ച് ഉറപ്പായിട്ടും നമ്മുടെ ടെസ്റ്റിൽ പടം വരെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ ചെറുകുടൽ എന്താണെന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. ചെറുകുടലിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇതിനപ്പം ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വില്ലസിന്റെ പടം ഒന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങൾ കേട്ടോ. നമ്മുടെ വിരലിന്റെ കൂട്ടുണ്ടോ, ഓരോ വിരലിന്റെയും കൂട്ടല്ലേ. ഓക്കെ കണ്ടോ, വിരലിന്റെ ഒക്കെ കൂട്ടിയിരിക്കുക കണ്ടോ. പക്ഷേ ഇതുപോലെ എന്താ നമ്മുടെ ഇത് കണ്ടോ, ഇതിന്റെ ഒരെണ്ണമായി എടുത്ത് വെച്ചേക്കുന്നത്. അത് ഈ കൊടുത്തേക്കുന്നതിന്റെ കറുത്ത് കണ്ടോ, നമ്മുടെ കുടലിനകത്തെ ചെറുകുടലിനകത്തെ കാര്യമായി കൊടുത്തേക്കുന്ന അകത്തെ കണ്ടോ. ഇതുപോലെ എത്ര എണ്ണം ഉണ്ടോ നോക്കി. ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഞൊളച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ നോക്കി നിങ്ങൾ എന്താണ് വില്ലസ്? ദ പ്രസൻസ് ഓഫ് ന്യൂമറസ് ഫിംഗർ ലൈക്ക് വില്ലീസ് ഇൻക്രീസ് ദ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. മോർ ഓവർ ദ പ്രൈമറി സർഫസ് ഓഫ് ഈച്ച് വില്ലസ് ഈസ് കമ്പോസ്ഡ് ഫോർ സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ദാറ്റ് എൻഹാൻസ് ഈസി അബ്സോർപ്ഷൻ. ഇനി ബ്ലഡ് കാപ്പിലറീസ് ഫോംഡ് ഫ്രം ദ ബ്രാഞ്ച് ഓഫ് ആർട്ടറി ജോയിൻ ടുഗദർ ആൻഡ് എക്സിസ്റ്റ് ആസ് എ വെയിൻ. അപ്പോൾ അത് ഞാൻ 3 വരിയെ ഇംഗ്ലീഷുകാർക്ക് എഴുതിയുള്ളൂ. കാരണം വരി വലിച്ചെഴുതിയാൽ നിങ്ങളത് പഠിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് 3 വരി എഴുതിയിട്ടുള്ളൂ വില്ലസിനെ കുറിച്ച്. അതായത് ചെറുകുടൽ എന്ന് വെച്ചാൽ എന്താന്ന് ഞാൻ മലയാളം മീഡിയക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്ന് പറയുന്നുണ്ട് എന്തുവാന്ന് കേട്ടോ. അപ്പം ഇംഗ്ലീഷ് മീഡിയക്കാർ കേട്ടോണ്ടെങ്കിൽ നമ്മുടെ 6 മീറ്റർ നമ്മുടെ സ്കെയിലിലെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് 6 മീറ്ററോളം നീളമുള്ളതും സ്കെയിലിൽ സെൻറ്റിമീറ്ററിലേ ഉള്ളൂ. 15 സെൻറ്റിമീറ്ററാണ് നിങ്ങളുടെ സ്കെയില്. അത് വലിയ സ്കെയിലാണെങ്കിൽ 30. പക്ഷേ 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്ററാണ്. അപ്പം എത്ര? 6 മീറ്റർ എന്ന് വെച്ചാൽ 600 സെൻറ്റിമീറ്റർ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 600 മീറ്ററോളം നീളമുള്ളതും 2.5 സെൻറ്റിമീറ്റർ വ്യാസമുള്ളതുമായ നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. ചെറുകുടൽ എന്താന്ന് ചോദിച്ചാൽ എഴുതാമല്ലോ. ഇതിന്റെ ആദ്യ ഭാഗത്തിന് പറയുന്ന പേര് പക്വാശയം എന്നാണ്. ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗീരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകമാണ്. ഇതിന്റെ ഉൾഭിത്തി ചെറുകുടലിന്റെ ഉൾഭിത്തിയിൽ വിരലുകൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് വില്ലസുകൾ. അത് പരീക്ഷയ്ക്ക് ചോദിക്കുക നിങ്ങളെ. ചെറുകുടലിന്റെ ഉള്ളില് വിരലുകൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തിന് എന്താ പറയുന്നത്? വില്ലസുകൾ. ചെറുകുടലിന്റെ ആഗീരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ലോമികകൾ എന്താണ്, സിരകൾ എന്താന്ന് ഒരു വരിക്ക് ചോദിച്ചാൽ ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികളായിട്ട് രൂപപ്പെടുന്നു. ലോമികൾ കൂടിച്ചേർന്ന് സിരകളായിട്ട് പുറത്തും പോകുന്നു. ലാക്റ്റിയൽ എന്ന് വെച്ചാൽ ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയൽ. അപ്പൊ ഈ 34 ക്വസ്റ്റ്യൻ ആൻസറും വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ നിങ്ങളെ കേട്ടോ. ഞാൻ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കൂടി ഇതിനകത്ത് ഞാൻ നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പല്ലിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ വായയെക്കുറിച്ചും വയറിനെ കുറിച്ചും ചെറുകുടലിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വൃത്തിയായിട്ട് എഴുതിയെടുത്തിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമന്റ് വരണേ നിങ്ങളെ കേട്ടോ. നിങ്ങളുടെ കമന്റ് നോക്കിയാണ് ഞാൻ അടുത്ത പാർട്ട് ഇടുന്നത് കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.